ക്ലാസ്സുണ്ടോ? Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. എല്ലാരും ഉത്തരമഹാസമുദ്രം പഠിച്ചു കഴിഞ്ഞോ? ഉത്തരമഹാസമുദ്രം പഠിച്ചോ? പഠിച്ചു. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? ഓക്കെ. ഉത്തരമഹാസമുദ്രം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? എത്ര എണ്ണമെന്ന് പറഞ്ഞേ? രാജസ്ഥാൻ ടു അരുണാചൽ. ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാ മതി, അതല്ലേ കൂടുതൽ എളുപ്പം. ഓക്കെ. ഷഫീന, എത്ര സംസ്ഥാനങ്ങളിലാ വ്യാപിച്ചിരിക്കുന്നേ? സൗമ്യ, സൗമ്യ ആൻസർ പറയാവോ? എന്താ ആരും പറയാത്ത ഒരാളെ വിളിച്ചിട്ട്? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ഞാൻ പേര് വിളിക്കുന്നില്ല, ആരെങ്കിലും ഒരാൾ പറ. 7. രാജസ്ഥാൻ, സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ. ഇനി എങ്ങനെയാണ് ഈ സമതലം രൂപപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാ? സമതലം, ഉത്തരമഹാസമതലം ഹിമാലയൻ നദികളുണ്ടായ സമതല പ്രദേശം. ഹിമാലയൻ നദികളും എന്താണ് അവയുടെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കലുകൾ നിക്ഷേപിച്ചിട്ടാണ് ഈ ഒരു സമതലം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലെ? ഇതിന്റെ സ്ഥാനം ഒന്ന് പറഞ്ഞേ. സ്ഥാനം എങ്ങനെയാ ഉത്തരമഹാസമുദ്രത്തിന്റെ സ്ഥാനം? ഹിമാലയത്തിന് തെക്കും വടക്കുമായി സ്ഥിതി ചെയ്യുന്നു. പീഠഭൂമിയുടെ വടക്കുമായി സ്ഥിതി ചെയ്യുന്നു അല്ലെ? ഓക്കെ. ഈ ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? പ്രധാനപ്പെട്ട ഓക്കെ. ഇനി ഈ ഒരു ഉത്തരമഹാസമുദ്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു? കുറെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തൊക്കെയാ അത്? ഏറ്റവും വലിയ കാർഷിക ഭൂമി, ലോകത്തിലെ ഏറ്റവും വിശദമായ സംസ്കാരത്തിന്റെ ഈറ്റില്ലം, ഇന്ത്യയുടെ നട്ടെല്ല്, സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ഇന്ത്യൻ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, ലോകത്തിലെ ഏറ്റവും ആര്യാവർത്തനം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം, ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം, ആര്യാവർത്തനം എന്നറിയപ്പെടുന്നു അല്ലെ? ഓക്കെ. ഇനി ഉത്തരമഹാസമുദ്രത്തെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ, നദികൾ രൂപപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? എങ്ങനെയാ? പഞ്ചാബ്, ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുച്ചലി, ബാഗർ സമതലം, ലൂണി, സരസ്വതി നദികൾ. ഓക്കെ. അതും പഠിച്ചു. ഇനി ഈ ഉത്തരമഹാസമുദ്രം വ്യാപിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? എത്ര എണ്ണം ഉണ്ട്? 7. രാജ്യങ്ങൾ കേട്ടോ, രാജ്യങ്ങൾ. പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് അല്ലെ? ഇനി അവിടെ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാ ഉത്തരമഹാസമുദ്രത്തിൽ? നെല്ല്, ഗോതമ്പ്, ചോളം, പരുത്തി, പയറുവർഗ്ഗം, കരിമ്പ്. ഓക്കെ. ഇനി നേരെ നിങ്ങൾ നോക്കിയ പഞ്ചാബ്, ഹരിയാന സമതലത്തില് അവിടെ എന്തൊക്കെയായിരിക്കും കൃഷി ചെയ്യുന്നത്? ഗോതമ്പ്, ചോളം, കരിമ്പ്. ഓക്കെ. ഇനി അപ്പൊ രാജസ്ഥാനില് അല്ലെങ്കിൽ മരുസ്ഥലി, ബാഗർ സമതലങ്ങളില് എന്തുകൊണ്ടാണ് ബജറ, ജോവർ അവിടെ കൃഷി ചെയ്യുന്നേ? വെള്ളം കുറച്ച് മതി. വരുന്നില്ല അല്ലേ? മാം, ഞാനില്ലേ മാം,
ഞാന് ഇത് ഇന്ത്യയിൽ എവിടൊക്കെയാണ് ഉള്ളത് എന്നുള്ള സ്ഥലങ്ങൾ നോക്കിയപ്പോൾ 8 എന്നാണ് കണ്ടത്. ഉത്തരാഖണ്ഡും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഉത്തരാഖണ്ഡിന്റെ കുറച്ച് ഭാഗം ഒരിക്കുള്ളൂ കേട്ടോ. എന്നാ ഇതിനകത്താ കണ്ടത് അത്? യൂട്യൂബിൽ എക്സ്ട്രാ വീഡിയോ കണ്ടപ്പോൾ അതില് പറഞ്ഞതാ, ക്ലാസ് കണ്ടപ്പോൾ ഉത്തരാഖണ്ഡും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 8 എണ്ണം എന്ന് പറഞ്ഞിട്ട് അതില് പഠിപ്പിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡ് അല്ലേ? അതിന്റെ സമതലം ഒരിക്കുള്ളൂ, ഹരിദ്വാറൊക്കെ ഉൾപ്പെടുന്ന സമതലം ഒരിക്കുള്ളൂ. എന്നാല് ഉത്തരാഖണ്ഡിന്റെ തെക്കൻ പ്രദേശം ഒരിക്കുള്ളൂ ഉൾപ്പെടുന്നത്. ഓക്കെ, നോക്കാട്ടോ, നോക്കിട്ട് പറയാം കറക്റ്റ് ആയിട്ട്. എല്ലാത്തിലും 7 കൊടുത്തിരിക്കുന്നത്. CRT-യിലും 7 തോന്നുന്നു കൊടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇപ്പൊ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റെഫറൻസ് കൊടുക്കണമല്ലോ. അത് എടുക്കുന്നത് CRT ആണ് അവര്. ഓക്കെ ഓക്കെ, ശരി. ഇനി വടക്കൻ സമതലങ്ങളെ വടക്കുന്ന് തെക്കോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാ? ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലങ്ങൾ അല്ലെ? ഓക്കെ. ഇനി എക്കൽ സമതലങ്ങളെ തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ എക്കൽ സമതലങ്ങൾ? ഗാദറും ഭംഗറും. ഇനി ബാബറിന്റെ പ്രത്യേകത എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. ബാബർ പാറക്കഷ്ണങ്ങളെ പഴയ മണ്ണായിരിക്കും. പാറക്കഷ്ണങ്ങൾ നിറഞ്ഞുകൂടിയ പ്രദേശം, വ്യാപകമായ അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണ് ബാബർ. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശമാണ്. ഓക്കെ. അതായത് ഉത്തരപർവ്വത മേഖലയ്ക്ക് അഥവാ സിവാലിന് തെക്കായിട്ട് പാറക്കഷ്ണങ്ങൾ വ്യാപിച്ചിരിക്കുന്ന പ്രദേശമാണ് ബാബർ അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, നദികൾ അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണ് എന്ത്? ബാബർ. കാരണം നിറച്ച് കല്ലുകളും പാറകളൊക്കെയാണ്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നദികൾക്ക് ഇവിടെ സ്മൂത്ത് ആയിട്ട് ഒഴുകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നദികൾ അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് എന്താണ്, അനുയോജ്യമല്ല. ഓക്കെ. ഇനി ടെറായി ആണെങ്കിലോ? ടെറായി സസ്യങ്ങളുമുള്ള ജലപ്രവാഹം ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശം. ധാരാളം ജലങ്ങള് തഴച്ചു വളരുന്ന ഭൂപ്രദേശം. ഓക്കെ. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ ജനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് കൃഷിക്കായിട്ട് അനുവദിച്ചു കൊടുത്ത പ്രദേശമാണ് അല്ലെ? ഓക്കെ. ഇനി എക്കൽ സമതലങ്ങളെ തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബങ്കറും ഉണ്ട്, ഖാദറും ഉണ്ട്. ബങ്കർ എന്താ പ്രത്യേകത? ഏറ്റവും വിസ്തൃതിയുള്ള പ്രദേശം, അറിയപ്പെടുന്ന പ്രദേശം. ഫലഭൂയിഷ്ഠത കുറഞ്ഞ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശമാണ്. ഓക്കെ ഓക്കെ. ഇനി ഖാദർ ആണെങ്കിലോ? പുതിയ കൽമണ്ണാണ് അല്ലെ? അനുയോജ്യമായ നദിയുടെ അടുത്തായിട്ട് കാണപ്പെടുന്നു. ഓക്കെ. നിങ്ങൾക്ക് അപ്പൊ കിട്ടുന്നില്ല ഇത്? കുഴപ്പമൊന്നുമില്ലല്ലോ പഠിക്കാനായിട്ട്? ഇല്ല. ഇനി നെക്സ്റ്റ് എടുക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. ഹിമാലയം ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ എടുക്കാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഉത്തര മഹാസമുദ്രമാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനിയുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഹിമാലയമൊക്കെ വരുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രകൃതി വിഭാഗമാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി കേട്ടോ. അതായത് കാലങ്ങൾക്ക് മുമ്പേ രൂപപ്പെട്ടതാണ് എന്ത്? ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം. അതുകൊണ്ട് തന്നെ എന്താണ്, ഏറ്റവും പഴയതാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാല് അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം. ഓക്കെ. നിങ്ങൾക്കറിയാം, അതായത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യയുടെ മിഡിൽ പാർട്ട് തുടങ്ങി ത്രികോണാകൃതിയില് അങ്ങ് തെക്കേ അറ്റം വരെ നീളുന്ന ഒരു ഭൂപ്രദേശമാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ്, ഇന്ത്യയിലെ മിഡിൽ പാർട്ട് തുടങ്ങിയിട്ട് തെക്കേ അറ്റം വരെ ത്രികോണാകൃതിയില് ഉള്ള ഒരു ഭൂപ്രദേശമാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രകൃതി വിഭാഗമാണ്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് എന്ത്? ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ ഏകദേശ വിസ്തൃതി വരുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ.
അപ്പൊ ഏറ്റവും വലുതാണെന്ന് പറഞ്ഞു അല്ലെ? ഏറ്റവും വലുതുമാണ്, ഏറ്റവും പഴയതുമാണ് കേട്ടോ. അതാണ് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഏറ്റവും വലുതുമാണ്, ഏറ്റവും പഴയതുമാണ്. അപ്പോ വിസ്തീർണം വരുന്നത് ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ത് വരുന്നത്, ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി വരുന്നത്. ഓക്കെ, ഇനി പറഞ്ഞു ഞാൻ എന്താണ്, ഇതിനൊരു ഷേപ്പ് ഉണ്ട് അല്ലെ? അതായത് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിക്ക് ഒരു ഷേപ്പ് ഉണ്ട്. അതിന്റെ ഷേപ്പാണ് അല്ലെങ്കിൽ അതിന്റെ ആകൃതിയാണ് എന്ത്, ത്രികോണാകൃതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂപ്രദേശമാണ് എന്ത്, നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഇന്ത്യയുടെ മിഡിൽ പാർട്ട് ഏതാണ്, മധ്യപ്രദേശ് തുടങ്ങിയല്ലേ, ആ ഒരു മേഖല തുടങ്ങി താഴേക്ക് ത്രികോണാകൃതിയിലുള്ള പ്രദേശമാണ് എന്ത്, ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശം അത് പറഞ്ഞു എന്താണ്, അതായത് ഏറ്റവും വലിയ ഭൂപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഭൂപ്രദേശമാണ് എന്ത്, ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഇനി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ ഉത്തര മഹാസമുദ്രത്തിൽ എന്താ പഠിച്ചേ, എന്തൊരു കലവറ പഠിച്ചില്ലേ നമ്മള്, ഇന്ത്യയുടെ ധാന്യപുര. ധാന്യപുര എന്ന് പഠിച്ചല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇന്ത്യയുടെ ധാതു കലവറ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് എന്ത്, ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ധാരാളം ധാതുക്കളുള്ള ഒരു ഭൂപ്രദേശമാണ് എന്ത്, ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി പറയാം എന്തൊക്കെയാ. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രകൃതി വിഭാഗം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം, വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, പിന്നെ ത്രികോണാകൃതിയാണ്. ഇന്ത്യയുടെ മിഡിൽ പാർട്ട്, മധ്യ പോർഷൻ തുടങ്ങി തെക്കോട്ട് ത്രികോണാകൃതിയിലുള്ള പ്രദേശമാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഏറ്റവും വിസ്തൃതമായിട്ടുള്ള പ്രദേശമാണ്. പിന്നെ ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം. അപ്പൊ നമ്മൾ ഇനി സ്ഥാനമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഉത്തരമഹാസമതലത്തിന്റെ സ്ഥാനം പഠിച്ചതല്ലേ. ഉത്തരമഹാസമതലം എന്ന് പറയുമ്പോൾ വടക്ക് എന്താണ്, ഹിമാലയവും, തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയാണ് വരുന്നത്, അതിന്റെ സ്ഥാനം. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം പഠിക്കണം അല്ലെ. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം എന്ന് പറയുന്നത്, ഇതിന്റെ വടക്ക് എന്ന് പറയുന്നത് ഉത്തരമഹാസമതലവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തരമഹാസമതലത്തിന്റെ പറഞ്ഞു. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിലുള്ള ഭൂപ്രകൃതി വിഭാഗം ഉത്തരപർവ്വത മേഖല. അതിന്റെ തൊട്ട് താഴെ ഉത്തരമഹാസമതലം, അതിന്റെ തൊട്ട് താഴെയാണ് എന്ത് വരുന്നത്, ഉപദ്വീപീയ പീഠഭൂമി വരുന്നത്. ഞാൻ പറഞ്ഞു തന്നെ തെക്കോട്ട് വരെ വ്യാപിച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഭൂപ്രകൃതി വിഭാഗം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നേ. അപ്പോ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഉത്തരപർവ്വത മേഖല, ആ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. സെക്കൻഡ് ആയിട്ട് നിൽക്കുന്നത് ഉത്തര മഹാസമതലമാണ്. ഓക്കെ, തേർഡ് ആണ് എന്ത്, ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി വരുന്നത്. അപ്പൊ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം എന്നറിയപ്പെടുന്ന ഏതായിരിക്കും? അപ്പോ ഏതാണ്? സമതലം. ഓക്കെ, ഇനി എന്താണ്, തെക്കെന്ന് പറയാനായിട്ട് ഇനി ഇല്ല. ഓക്കെ, തെക്കെന്ന് പറയാനായിട്ട് ആ ഒരു പോർഷൻ ഇല്ല, അത് അവിടെ വെച്ച് തെക്കൊരു, അതായത് ആ ഒരു സത്തേൺ പാർട്ടിൽ വരുമ്പോൾ ആ ഒരു ഇത് അവസാനിക്കുകയാണ് കേട്ടോ. ഇനി കിഴക്കെന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗം വരുന്നുണ്ട് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗം ഏതായിരിക്കും? കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ആ ഒരു ഏരിയ. ബംഗാൾ ഉൾക്കടലാണ്. അല്ല കിഴക്ക് ഭാഗം. അതിന് മുമ്പ് ഒരു സംഭവം, കടലിന് നടുവിലായിട്ട് ഒരു സംഭവം കിടക്കുന്നുണ്ട്. നടുവിൽ എന്ന് പറയാൻ പറ്റില്ല, എന്താ, പശ്ചിമഘട്ടം. പൂർവഘട്ടം. പശ്ചിമഘട്ടം അല്ല കേട്ടോ, കിഴക്ക് ഭാഗം എന്താണ്, പൂർവഘട്ടം. റൈറ്റ് പോർഷനിലാണ് എന്ത്, പൂർവഘട്ടം ഉള്ളത് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗം പൂർവഘട്ടം, പടിഞ്ഞാറ് ഭാഗമാണ് എന്ത്, പശ്ചിമഘട്ടം ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞു ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം ഉത്തരമഹാസമതലമാണ്, അതിന്റെ കിഴക്ക് ഭാഗം പൂർവഘട്ടമാണ്. മനസ്സിൽ ഇമാജിൻ ചെയ്യാട്ടോ, കിഴക്ക് ഭാഗം പൂർവഘട്ടമാണ്, പടിഞ്ഞാറ് ഭാഗമാണ് എന്ത്, പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് മിസ്സേ. ഒന്നുകൂടെ പറയണോ? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം നിങ്ങൾ ഓർക്കുക, അതായത് ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അതിനുശേഷം എന്താണ്, ആ ഒരു മിഡിൽ പാർട്ട് ഉണ്ടല്ലോ ഇന്ത്യയുടെ, ആ ഒരു മധ്യപ്രദേശ് ഒക്കെ തുടങ്ങിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന്
താഴേക്ക് വരുന്നു. അതായത് എന്താണ് ഒരു എന്താ പറയാ ആ ഒരു തമിഴ്നാട് ആ ഒരു റേഞ്ചിൽ ആ ഒരു സംഭവം ആ ഒരു ഇതിൽ വരുന്നു, ആ ഒരു ഏരിയയിലേക്ക് വരും. സ്ക്രീൻ ഷെയർ ചെയ്ത് അങ്ങനെ കാണിക്കുവായിരുന്നില്ലായിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കണോ? മറ്റേ ഗൂഗിളിനകത്തൊന്ന് മാപ്പ് എടുത്തൊന്ന് കാണിക്കുമായിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു. നോക്കാം. ഒരു മിനിറ്റ്. ഞാനതൊന്ന് മൈക്കും വീഡിയോ ഇതൊന്ന് ഓഫ് ആക്കുവാണ് കേട്ടോ. ഓക്കെ സാർ. ഇപ്പൊ ഷെയർ ചെയ്യാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ മിസ്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ നോക്കിയേ നിങ്ങള് ഇതൊന്ന് നോക്കിയേ, കണ്ടോ ആ ഒരു മഞ്ഞ കളറില് ഷെയ്ഡ് ചെയ്തേക്കണുണ്ടോ? കണ്ടോ? ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് എന്ത് പറയുന്നത്, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഉത്തര മഹാസമതലമാണ്. ഓക്കെ, അതായത് ആ ഒരു മഞ്ഞ കളറിന്റെ ഒരു മഞ്ഞ കളറിൽ ഏറ്റവും നോർത്ത് നോക്കിയേ, വടക്ക് ഭാഗം നോക്കിയേ, ഒരു സെൻട്രൽ ഹൈലൻഡ് കൊടുത്തിട്ടില്ലേ, അതിന്റെ വടക്ക് ഭാഗം ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നില്ലേ, അതാണെന്ത് ഉത്തര മഹാസമതലം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മനസ്സിലായല്ലേ? ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഉത്തര പർവ്വത മേഖല ഏത് ഭാഗമാണ്?
ഉത്തരപർവ്വത മേഖലയല്ല മോള്. ഉത്തരപർവ്വത മേഖല ഏറ്റവും ടോപ്പിലുള്ളതാണ്. ഹിമാലയമൊക്കെ വരുന്നതാണ് എന്ത്? ഉത്തരപർവ്വത മേഖല. അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഹിമാലയമൊക്കെ വരുന്ന ഏരിയയാണ് ഉത്തരപർവ്വത മേഖല. അതല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഉത്തര മഹാസമതലമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു ഭാഗം. ഈ ഒരു മഞ്ഞ ഷെയ്ഡിൽ മൊത്തം ടോട്ടൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു മഞ്ഞ ഷെയ്ഡാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് ഓർത്തിരിക്കുക. ഇനി ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു ഭാഗമാണെന്ത്? ഉത്തര മഹാസമതലം. അതിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ നിങ്ങൾ ആ മഞ്ഞ കളർ ഉണ്ടല്ലോ, അതിന്റെ നോർത്ത് വടക്കു ഭാഗം നോക്കിയാൽ മതി. അതാണെന്ത്? ഉത്തര മഹാസമുദ്രം കേട്ടോ. ഷെയ്ഡ് ഒന്നും ചെയ്തിട്ടില്ല, ബ്ലാക്ക് കളറിലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലെയിൻ ആയിട്ട് കേട്ടോ. അതാണ് ഉത്തര മഹാസമുദ്രം. ഇനി കിഴക്കു ഭാഗം കേട്ടോ. കിഴക്കു ഭാഗം എന്ന് പറയുമ്പോ എന്താ ഞാൻ പറഞ്ഞ നേരത്തെ? കിഴക്കു ഭാഗം പൂർവ്വഘട്ടം അല്ലെ? നിങ്ങൾ നോക്കിയേ ആ ഒരു മഞ്ഞ ഷെയ്ഡ് കഴിഞ്ഞിട്ട്, അതായത് ആ സെവൻ എന്ന് കൊടുത്തിട്ടില്ലേ? 7 എന്ന് കൊടുത്തിട്ടില്ലേ? സൈഡ് 7. പക്ഷെ എന്താ ആ 7 ആ ഒരു സൈഡ് കണ്ടോ? ആ ഒരു വിടവ് പോലെ കണ്ടോ? അതാണെന്ത്? പശ്ചിമഘട്ടം അല്ല, പൂർവ്വഘട്ടം കേട്ടോ, ഈസ്റ്റേൺ ഘട്ടം കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കി നിങ്ങള് പശ്ചിമഘട്ടം ഏതാണ് നോക്കി. നിങ്ങൾ ആ 6ന്റെ ഭാഗം കണ്ടോ? ഓക്കെ, ആ ഒരു ഭാഗം കണ്ടോ? ആ ഒരു ഷെയ്ഡ് കണ്ടോ നിങ്ങള്? വെള്ള കളറിലെ വൈറ്റ് കളറായിട്ട് ഒരു ഷെയ്ഡ് കണ്ടോ 6ന്റെ അവിടെ? കണ്ടല്ലേ? ഓക്കെ, ഘട്ടം. ഓക്കെ, ഇനി നോക്കിയേ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന ഒരു പർവ്വത നിരയുണ്ട്. ഓക്കെ, വിന്ധ്യപർവ്വതം കേട്ടോ. അതെ, നടുക്കൂടെ പോയിട്ടുണ്ട്. കണ്ടോ? നടുക്കൊരു ബ്രൗൺ കളറിലൊരു വര കാണുന്നില്ലേ നിങ്ങള്? 4ന്റെ താഴെയായിട്ട് ഒരു ബ്രൗൺ കളറിലുള്ള വര കാണുന്നില്ലേ? ഒരു ഷെയ്ഡ് കാണുന്നില്ലേ? അതാണ് വിന്ധ്യ നിര കേട്ടോ. വിന്ധ്യ മലനിരകൾ കേട്ടോ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്നു. അപ്പോ ആ ഒരു ബ്രൗൺ ഷെയ്ഡിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്നത് വടക്കേ ഇന്ത്യയാണ്. ആ ഒരു ബ്രൗൺ ഷെയ്ഡിന്റെ താഴെയായിട്ട് കാണപ്പെടുന്നത്, അതായത് ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം എന്താണത്? തെക്കേ ഇന്ത്യയാണ്. സെൻട്രൽ ഹൈലൻഡ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗം എന്താണ്? വടക്കേ ഇന്ത്യയാണ്. ക്ലിയർ ആയോ? ഒന്നും കൂടി പറയണോ അല്ലെ? ഓക്കെ, അതായത് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും ഡിവൈഡ് ചെയ്യുന്നത്, വേർതിരിക്കുന്നത് വിന്ധ്യ പർവ്വത നിരകളാണ്. വിന്ധ്യ പർവ്വത നിരകളാണ്. ദേ ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഒരു ലൈൻ പോയിട്ടില്ലേ? അതാണെന്ത്? വിന്ധ്യ പർവ്വത നിരകള്. ഓക്കെ, അപ്പൊ ആ വിന്ധ്യ പർവ്വത നിരയുടെ മുകൾ ഭാഗമാണെന്ത്? നോർത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, വടക്കേ ഇന്ത്യ. ഇനി ആ വിന്ധ്യ പർവ്വത നിരയുടെ തെക്ക് ഭാഗമാണെന്ത്? സൗത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിരയാണെന്ത്? ഈ ഒരു വിന്ധ്യ മലനിരകള്. ഓക്കെ, ഇനി വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന ഒരു നദി ഉണ്ട്. ആ നദിയുടെ പേരെന്താണെന്ന് അറിയാമോ? നർമ്മദ. അത് വിന്ധ്യ പർവ്വത നിരയ്ക്ക് താഴെയായിട്ടാണ് എന്തൊഴുകുന്നത്? ഈ ഒരു നർമ്മദ ഒഴുകുന്നത്. ഇതിന് പാരലൽ ആയിട്ട് കേട്ടോ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഈ ഒരു വിന്ധ്യ പർവ്വത നിര നിങ്ങൾ കണ്ടില്ലേ? ബ്രൗൺ കളറിലുള്ള ഒരു ലൈൻ. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ പാരലൽ ആയിട്ടാണ് എന്തൊഴുകുന്നത്? ഈ നർമ്മദ എന്ന് പറയുന്ന നദി ഒഴുകുന്നത്. അതുകൊണ്ടാണ് അതിനെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എവിടെ അതിന്റെ സ്ഥാനം? വിന്ധ്യ പർവ്വത നിരയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു നർമ്മദ എന്ന് പറയുന്ന ആ ഒരു നദി ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ നർമ്മദ എന്ന് പറയുന്ന ആ ഒരു നദി കിഴക്ക് നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് കേട്ടോ. ഓക്കെ, ഉപദ്വീപിയൻ നദിയാണെന്ത്? ഈ നർമ്മദ എന്ന് പറയുന്നത്. ഉപദ്വീപിയൻ നദികളില് 2 നദികളാണെന്ത്? കിഴക്ക് നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ഒന്ന് നർമ്മദയും മറ്റൊന്ന് താപ്തിയും. ഓക്കെ, അപ്പൊ അത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, അറബിക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ, അപ്പൊ വിന്ധ്യ പർവ്വത നിരയ്ക്ക് തൊട്ട് താഴെയായിട്ടാണ് നർമ്മദ നദി ഒഴുകുന്നത്, പാരലൽ ആയിട്ടാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും
തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന നദിയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? യെസ്. ഓക്കെ, ഇനി ഈ ഉപദ്വീപീയ പീഠഭൂമിയില് പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇനി ഈ ഉപദ്വീപീയ പീഠഭൂമിയില് ഒരു ശിലകളുണ്ട്. ആ ശിലകളുടെ പേരാണ് ബസാൾട്ട് ശിലകൾ കേട്ടോ. ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമാണെന്ത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമാണ്. ഇവര് മഞ്ഞ കളറിൽ ആ ഒരു ഷെയ്ഡിൽ എന്തുണ്ട്? മൊത്തം ബസാൾട്ട് ശിലകളുണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡെക്കാൻ പ്ലാറ്റ്യൂലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, ബസാൾട്ട് ശിലകള്. അപ്പോ ഈ ബസാൾട്ട് ശിലകള് എന്താണ്? പൊടിഞ്ഞിരുന്നത് കറുത്ത മണ്ണ് ഉണ്ടാവുന്നത്. ഓക്കെ, കറുത്ത മണ്ണ് കാണപ്പെടുന്ന എന്തിന്റെ ഒരു പ്രസൻസ് മൂലമാണ്? ഈ ബസാൾട്ട് ശിലകളുടെ പ്രസൻസ് മൂലമാണ് ഈ ഒരു ഏരിയ, ഈ ഒരു ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്തൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്? എന്താണ്? കറുത്ത മണ്ണാണെന്ന് ഓർത്ത് ഇരിക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ബസാൾട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാന്ന് പറഞ്ഞത്? എന്താണ്? ഈ ബസാൾട്ട് ശിലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാന്ന് പറഞ്ഞു? ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. അതുകൂടാതെ തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയിലാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയിലാണ്. ലാവ തണുത്തുറഞ്ഞത് കൂടാതെ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടൊക്കെയാണ് ഇത് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഡെക്കാൻ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഇനി ജലം നിലനിർത്താനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് എന്ത്? കറുത്ത മണ്ണെന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. ജലം നിലനിർത്താനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ളത് കറുത്ത മണ്ണിനാണ്. അപ്പൊ കുറവ് എന്തിനായിരിക്കും? കുറവ് മണൽ മണ്ണിന്. ചുവന്ന മണ്ണിനാണ് കേട്ടോ. ജലം നിലനിർത്താനുള്ള ശേഷി ഏറ്റവും കുറവുള്ളത് ചുവന്ന മണ്ണിനാണ്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മള് ഈ ഒരു മഞ്ഞ കളറിലുള്ള ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഏതൊക്കെയാ? അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്. പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കാണാൻ പറ്റുന്നില്ല? പേര് വായിക്കാൻ പറ്റുന്നില്ലേ? ഡെക്കാൻ പീഠഭൂമി. ഒരു മിനിറ്റ് നോക്കിയേ, കണ്ടോ? പേര് എഴുതിയിട്ടുണ്ട്. ഈ ഡെക്കാൻ, ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്ക് ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? പേര് വായിച്ചിട്ടുണ്ട്. അഥവാ മധ്യമേടുകൾ കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെൻട്രൽ ഹൈലൻഡ് അഥവാ മധ്യമേടുകള്, പിന്നൊന്നെന്താണ്? ഡെക്കാൻ പീഠഭൂമി കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ഒന്ന് സെൻട്രൽ ഐലൻഡും രണ്ട് ഡെക്കാൻ പീഠഭൂമിയും. ഇവയെ തമ്മിൽ വേർതിരിക്കുന്നതാണ് എന്ത്? ഈ ഒരു വിന്ധ്യ എന്ന് പറയുന്ന റേഞ്ച്. ഓക്കെ, വിന്ധ്യ റേഞ്ച് അഥവാ വിന്ധ്യ പർവ്വതനിരയുണ്ട്. അതിന്റെ തൊട്ട് താഴെ എന്തുണ്ട്? നർമ്മദ ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇനി നർമ്മദയുടെ തൊട്ട് താഴെയായിട്ട് വേറൊരു മലനിരയും കൂടി ഉണ്ട്. അതിന്റെ പേരെന്താന്ന് പറയാമോ ആർക്കെങ്കിലും? സത്പുര. സത്പുരയാണ് കേട്ടോ. സത്പുര സത്പുര ഉണ്ട്, സത്പുര റേഞ്ച് ഉണ്ട്. ഇനി അതിന്റെ താഴെയായിട്ട് വേറൊരു നദി കൂടി ഒഴുകുന്നുണ്ട്. നർമ്മദയ്ക്ക് പാരലൽ ആയിട്ട് ഒഴുകുന്നുണ്ട്. താപ്തി കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു മാപ്പ് നിങ്ങൾ കണ്ടില്ലേ? ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വിന്ധ്യ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ വിന്ധ്യയുടെ താഴെയിട്ട് നർമ്മദ ഒഴുകുന്നുണ്ട്. പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് എന്ന് ഓർത്ത് വെക്കാം. ഇനി ആ നർമ്മദയുടെ താഴെയിട്ട് എന്തുണ്ട്? സത്പുര എന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ട്, ഒരു മലനിരയുണ്ട്. ഇനി ആ സത്പുരയുടെ താഴെയിട്ട് എന്തുണ്ട്? താപ്തിയും ഉണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, ഒന്ന് വരച്ചു വെച്ചേ നിങ്ങളൊന്ന്. താപ്തി നദി എങ്ങോട്ട് ഒഴുകണേ മിസ്സേ? താപ്തി നദി പടിഞ്ഞാറോട്ട് തന്നെ ഒഴുകുന്നത് കേട്ടോ. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുക ചെയ്യുന്നേ. രണ്ട് നദികളാണ് കിഴക്കുന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നത്. അതിൽ ഒരെണ്ണം നർമ്മദയും മറ്റൊന്ന് താപ്തിയുമാണ്. ഓക്കെ, അപ്പൊ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഒന്ന് ഷെയ്ഡ് ചെയ്തൊന്ന് വെച്ചേ. ഇതുപോലത്തെ ഈ സംഭവം ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചേ. വരച്ച ആരെങ്കിലും ഇത് വരച്ചല്ലേ? എല്ലാരും വരച്ചോ? വരച്ച്. വിന്ധ്യ ഷെയ്ഡ് ചെയ്തോ? വിന്ധ്യ ഒന്ന് വരയ്ക്ക.
വിന്ധ്യ വരയ്ക്കാം. വിന്ധ്യയുടെ താഴെയിട്ട് ആരാണ് ഒഴുകുന്നത്? നർമ്മദ. അതൊന്ന് വരച്ചു വെക്കാം. അതിന്റെ താഴെയിട്ട് സത്പുര റേഞ്ച് എന്ന് വരച്ചു വെക്കാം. സത്പുര. അതിന്റെ താഴെയിട്ട് താപ്തി. ഓക്കെ. സെൻട്രൽ ഹൈലാൻഡ് എന്നതിന് മിസ് പറയാ. സെൻട്രൽ ഹൈലൻഡോ? അതിന്റെ മധ്യമേടുകൾ കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെൻട്രൽ ഹൈലൻഡ് അഥവാ മധ്യമേടുകള്, രണ്ട് ഡക്കാൻ പ്ലാറ്റ്യൂ അഥവാ ഡക്കാൻ പീഠഭൂമി. രണ്ടായിട്ട് തിരിച്ചിരിക്കാനാണ് ഉപദ്വീപീയ പീഠഭൂമി കേട്ടോ. അപ്പൊ സെൻട്രൽ ഹൈലൻഡും ഡക്കാൻ പീഠഭൂമി എന്തിന്റെ ഭാഗമാണ്? ഏത് ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഇനി നോക്കിയാ നിങ്ങള്, ഇനി ഞാൻ പറയാൻ പോകുന്നത് സെൻട്രൽ ഹൈലൻഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സെൻട്രൽ ഹൈലൻഡിനെ കുറിച്ചിട്ടാണ്, അഥവാ മധ്യമേടുകൾ കേട്ടോ. മധ്യമേടുകള് ഓക്കെ. അതിനകത്ത് ഫസ്റ്റ് 1 എന്ന് പറയുന്ന നമ്പർ കൊടുത്തേക്കണം കണ്ടോ നിങ്ങള്? കണ്ടോ? അത് ഏത് പ്രദേശമായിരിക്കും? അങ്ങനെ എന്തായിരിക്കും പറയുന്നത്? 1 സെൻട്രൽ ഐലൻഡിൽ പെടുന്നതാണ് 1. ഗുജറാത്ത്. അങ്ങനെ തന്നെ എന്തായിരിക്കും? എന്ത് റേഞ്ചാണ്? ആരവല്ലി റേഞ്ചാണ് 1 കേട്ടോ. ആരവല്ലി റേഞ്ചാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ആരവല്ലി റേഞ്ച് ആണ് 1 എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നു, ഞാനൊരു മൗണ്ടൻ റേഞ്ച് പറഞ്ഞല്ലേ, ഇവിടെ വിന്ധ്യ പറഞ്ഞു അല്ലെ, വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ പറയുന്നത് മധ്യമേടുകളെ കുറിച്ചിട്ടാണ്. മധ്യമേടുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഒന്ന് നോക്കിയേ നിങ്ങള്. ആരവല്ലി റേഞ്ചിനും വിന്ധ്യ റേഞ്ചിനും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നേ? മധ്യമേടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആരവല്ലി റേഞ്ച് നിങ്ങൾ 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഭാഗം കണ്ടില്ലേ? അതാണ് ആരവല്ലി. പിന്നെ നമ്മൾ നേരത്തെ കണ്ട വിന്ധ്യ. ഈ 2 പ്രദേശത്തിനും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നേ? ഈ ഒരു മധ്യമേടുകൾ കാണപ്പെടുന്നത്. ശരിയല്ലേ? നോക്കിയേ, ബോർഡർ വരുന്നത് അവിടെ അല്ലേ? ആണല്ലേ? ഓക്കെ. അപ്പോ എന്താണ് നിങ്ങൾ എഴുതുക? എന്താണ്? വിന്ധ്യയ്ക്കും ആരവല്ലിക്കും ഇടയിലാണ് മധ്യമേടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വിന്ധ്യയ്ക്കും നിങ്ങൾ ആ 1 എന്ന് അവിടെ പോയിന്റ് ചെയ്തിട്ട് അതിന്റെ നേരെ എഴുതാ കേട്ടോ. മാപ്പിൽ തന്നെ എഴുതാ. അത് ആരവല്ലിയാണെന്ന് എഴുതാ കേട്ടോ. അപ്പൊ വിന്ധ്യയ്ക്കും ആരവല്ലിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഈ മധ്യമേടുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോർഷൻ, അതായത് ഈ മധ്യമേടുകൾ വരുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. മധ്യമേടുകൾ വരുന്നത് മധ്യപ്രദേശ് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സെൻട്രൽ ഹൈലൻഡിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നേ. മധ്യപ്രദേശ് വരുന്നുണ്ട്, ഗുജറാത്തിന്റെ കിഴക്കൻ ഭാഗം വരുന്നുണ്ട്, രാജസ്ഥാന്റെ തെക്ക് ഭാഗം വരുന്നുണ്ട്, കൂടാതെ ജാർഖണ്ഡിന്റെ കുറച്ച് ഭാഗങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു മധ്യമേടില് വരുന്നുണ്ട്. ഓക്കെ, പറയാമോ? പറയാം. അതായത് മധ്യമേട് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ പേരാണ്. ഓക്കെ, മധ്യപ്രദേശ്, ഗുജറാത്തിന്റെ കിഴക്കൻ ഭാഗം, രാജസ്ഥാന്റെ തെക്കു ഭാഗം, എഴുതിക്കോ. മധ്യപ്രദേശ്, ഗുജറാത്തിന്റെ കിഴക്കൻ ഭാഗം, രാജസ്ഥാന്റെ തെക്കു ഭാഗം, പിന്നെ ജാർഖണ്ഡിന്റെ കുറച്ച് പ്രദേശങ്ങൾ കേട്ടോ. ജാർഖണ്ഡിന്റെ കുറച്ച് പ്രദേശങ്ങള്. ഓക്കെ, ഇനി ജാർഖണ്ഡിന്റെ കുറച്ച് പ്രദേശങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ടിൽ ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങൾ ഇവിടെ എഴുതിയെടുക്കാം ഞാൻ പറയുമ്പോ. ജാർഖണ്ഡിന്റെ കുറച്ച് പ്രദേശങ്ങൾ കേട്ടോ. ഓക്കെ,
അപ്പോ ഇത്രയുമാണ് സംസ്ഥാനങ്ങൾ വരുന്നത്. പിന്നെ മധ്യമേടിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് അത് നമ്മുടെ പുരാണവുമായിട്ടുള്ള പുരാണം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഭരണരീതി അല്ലെങ്കിൽ പ്രാചീനമായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ പണ്ടത്തെ സുൽത്താൻമാരൊക്കെ ഭരിച്ചിരുന്ന ഒരു ഏരിയയാണ് എന്ത് പറയുന്നത് ഈ ഒരു മധ്യമേട് എന്ന് പറയുന്നത്. നമുക്ക് പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. മൗര്യ സാമ്രാജ്യം, അതുപോലെ തന്നെ ഗുപ്ത സാമ്രാജ്യം, മറാത്തകള്, സുൽത്താൻമാര്, മുഗളന്മാര് ഇതൊക്കെ ഭരിച്ചിരുന്ന അവരുടെയൊക്കെ എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ഏരിയ ആയിരുന്നു എന്ത് ഈ ഒരു മധ്യമേട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, മറാത്തകള്, സുൽത്താൻമാര്, മുഗളന്മാര് ഒക്കെ ഭരിച്ചിരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു മധ്യമേട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മധ്യമേടില് നിന്നുത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു സെൻട്രൽ ഹൈലൻഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ഉത്ഭവിച്ചൊഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് ചമ്പല്, ബെത്തുവ, സിന്ധ്, കെൻ, ക്ഷിപ്ര, മാഹി, ദാസൻ. മാം ആ സെക്കൻഡ് വൺ ഒന്നും കൂടെ പറയുവോ? ചമ്പല്, ബത്തുവ, സിന്ധ്, ബത്തുവ, സിന്ധ്, കെൻ, ക്ഷിപ്ര, മാഹി, ദാസൻ. ഓക്കെ, എഴുതിയോ? എഴുതി. ഇനി നോക്കിയേ നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ പറഞ്ഞ എന്റെ അടുത്ത്. ഈ മധ്യമേടിന്റെ തെക്കേ അതിർത്തി ഏതാ? മധ്യമേട് നോക്കുക, അതിന്റെ തെക്കേ അതിർത്തി എന്തായിട്ട് വരും? ആരവല്ലി. തെക്കേ അതിർത്തി ആരവല്ലിയോ? മധ്യമേടിന്റെ തെക്കേ അതിർത്തി ഏതായിട്ട് വരും? വിന്ധ്യ വിന്ധ്യ. നോക്കിയാ നിങ്ങൾ, ഞാൻ പറഞ്ഞു എവിടെയാണ് മധ്യമേട് എന്ന് പറയുന്നത് ആരവല്ലിക്കും വിന്ധ്യ പർവ്വത നിരക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ മധ്യമേടിന്റെ തെക്കേ അതിർത്തി എവിടെയായിട്ടാ വരുന്നേ? ഡെക്കാനിലോട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം മധ്യമേട് സ്ഥിതി ചെയ്യുന്നത് ആരവല്ലിക്കും വിന്ധ്യക്കും ഇടയിലാണ്. ഡെക്കാന്റെ ഭാഗമായിട്ട് വരുന്നേ ഇല്ല അത്. അപ്പൊ പിന്നെ ഡെക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഒരു മധ്യമേട്, ഈ ഒരു മധ്യമേടിന്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് വിന്ധ്യ പർവ്വത നിരയാണ് കേട്ടോ. ആ വിന്ധ്യ പർവ്വത നിരയോട് കൂടിയിട്ടാണ് മധ്യമേട് അവസാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മധ്യമേടിന്റെ തെക്കേ അതിർത്തിയാണെന്ത്? വിന്ധ്യ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ നോക്കിയേ, അതിനകത്ത് 2 പോയിന്റ് ചെയ്താക്കുന്നുണ്ട്. 2 കണ്ടോ? റേഞ്ച് കണ്ടോ? അവിടെ ഒരു ലൈൻ കണ്ടില്ലേ, വൈറ്റ് കളർ? അതാണ് ബുന്ദേൽഖണ്ഡ് കേട്ടോ. ബുന്ദേൽഖണ്ഡ് അത് സിദ്ധാർത്ഥന്റെ അവിടെ എന്തൊക്കെയോ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. കൊട്ടണതോ പിടിക്കണതോ അങ്ങനെ എന്തോ. ഓക്കെ, അപ്പോ സെക്കൻഡ് ആണ് ബുന്ദേൽഖണ്ഡ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് ചെയ്താക്കണാണ് ബുന്ദേൽഖണ്ഡ്. ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ മധ്യമേടിൽ വരുന്ന, അല്ല സോറി കേട്ടോ, ബുന്ദേൽഖണ്ഡ് അല്ല, സോറി മിസ്റ്റേക്ക് പറ്റി. 2 ആണ് മാൾവ പീഠഭൂമി കേട്ടോ. രണ്ടാമത്തേതാണ് മാൾവ പീഠഭൂമി. ഈ മധ്യമേടിൽ വരുന്ന ഏറ്റവും വലിയ പീഠഭൂമിയാണെന്ത്? ഈ ഒരു മാൾവ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ, മാൾവ പീഠഭൂമി. മാൾവ പീഠഭൂമി. ഓക്കെ, കണ്ടോ? മാൾവ പീഠഭൂമി കണ്ടോ നിങ്ങള്?
കണ്ടു. കണ്ടു. ഉണ്ടോ? അപ്പൊ ഈ മാൾവ പീഠഭൂമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മധ്യമേടിലെ മെജോറിറ്റി എന്താണ് ഏറെക്കുറെ ഉള്ളത് ഈ മാൾവ പീഠഭൂമിയാണ്. ഓക്കെ, ഈ മധ്യമേടിന്റെ മെജോറിറ്റിയും ഉള്ളത് എവിടെയാണ്? ഈ മാൾവ പീഠഭൂമിയിലാണ് കേട്ടോ. മേജർ പോർഷനും ഈ മാൾവ പീഠഭൂമിയിലാണ് ഇരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു മാൾവ പീഠഭൂമി എന്ന് പറയുന്നത് ആരവല്ലിക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. നോക്കിയേ, 1 ആണെന്ത് ആരവല്ലി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അതിന്റെ കിഴക്ക് ഭാഗമാണെന്ത് മാൾവ പീഠഭൂമി. നോക്കിയേ നിങ്ങള്, ആരവല്ലി ആ ഒരു ലെഫ്റ്റ് സൈഡ് പടിഞ്ഞാറ് ഭാഗത്താണ്. ആരവല്ലിയുടെ കിഴക്ക് ഭാഗം അഥവാ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 2 അഥവാ മാൾവ പീഠഭൂമിയാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, മാൾവ പീഠഭൂമി കേട്ടോ. അതാണ് മാൾവ പീഠഭൂമി. ഇനി നിങ്ങള് മൂന്നാമത് എഴുതേണ്ടതാണ് ബുന്ദേൽഖണ്ഡ് കേട്ടോ. മൂന്നാമത് എഴുതേണ്ടതാണ് എന്ത്? ബുന്ദേൽഖണ്ഡ്. ബുന്ദേൽഖണ്ഡ്. ഓക്കെ, ബായാണോ? ആ ബുന്ദേൽ എന്താ? ബുക്കിന്റെ ബായാണോ? ബുക്കിന്റെ ബാ. മോളെ ഈ നായും ദായും കൂടി എഴുതില്ലേ? ബുന്ദേൽ, നായും ദായും കൂടി ചേർത്ത്. അതല്ല, ഫസ്റ്റ് ലെറ്റർ ബി. ബുക്കിന്റെ ബായാണോന്ന് മലയാളത്തിൽ ബാബ. ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഓക്കെ ഓക്കെ, ബുക്കിന്റെ അതെ അതെ അതെ, ബി ആണ് ബി. ബുന്ദേൽഖണ്ഡ് കേട്ടോ. ബുന്ദേൽഖണ്ഡ്. അപ്പോ 3 എന്ന് പറയുന്നത് എന്താണ്? ബുന്ദേൽഖണ്ഡ് ആണ്. ഓക്കെ, അതൊരു പീഠഭൂമി തന്നെയാണ്. ഒരു ഇതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് 4 ആണ് ബാഗേൽഖണ്ഡ് കേട്ടോ. ബാഗേൽഖണ്ഡ് ആണ് 4. ബാഗേൽഖണ്ഡ് ഈ ബാ തന്നെയാണ് കേട്ടോ വരുന്നത്. ബാഗേൽഖണ്ഡ് അതും സെൻട്രൽ ഐലൻഡിൽ വരുന്നതാണ് ബാഗേൽഖണ്ഡ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സെൻട്രൽ ഐലൻഡിൽ എന്തൊക്കെ എഴുതി? ആരവല്ലി എഴുതി, മാൾവ പീഠഭൂമി എഴുതി, പിന്നെ ബുന്ദേൽഖണ്ഡ് എഴുതി, ബാഗേൽഖണ്ഡ് എഴുതി. ഓക്കെ, അപ്പൊ ബുന്ദേൽഖണ്ഡ് ഉണ്ട്, ബാഗേൽഖണ്ഡ് ഉണ്ട് അല്ലെ എന്റെ തൊട്ട് താഴെ. ഇനി ഈ ഒരു ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും വേർതിരിക്കുന്ന ഒരു പർവ്വത നിരയുണ്ട്. അതിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. അതിന്റെ പേരാണ് കൈമൂർ കേട്ടോ. ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും വേർതിരിക്കുന്ന പർവ്വത നിരയാണെന്ത്? കൈമൂർ എന്ന് പറയുന്നത്. കൈമൂർ. ഓക്കെ, മിസ് ഒന്നും കൂടെ പറയോ? ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര കൈമൂർ. ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് കൈമൂർ. ഓക്കെ, ഇനി കൈമൂർ കൈമൂർ KAIMOOR കൈമൂർ. KAIMOOR കൈമൂർ. അപ്പൊ ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും തമ്മിൽ വേർതിരിക്കുന്നത് കൈമൂർ ആണ്. ഇനി അടുത്ത പോയിന്റ് എഴുതാം. ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും കൈമൂറിനെയും ഒരുമിച്ച് പറയുന്ന പേര്. ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും ബുന്ദേൽഖണ്ഡ് 2 മാൾവ പീഠഭൂമിയാണ് കേട്ടോ. 2 മാൾവയാണ്, 3 ബുന്ദേൽഖണ്ഡ് ആണ്, 4 ആണ് ബാഗേൽഖണ്ഡ് കേട്ടോ. അതിനകത്ത് വേർതിരിക്കുന്ന പർവ്വതനിര പോയിന്റ് ചെയ്തിട്ടില്ല, അത് ഞാൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 3നെയും 4നെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു നിരയുണ്ട്, അതിന്റെ പേരാണ് കൈമൂർ. ഇനി ഈ 3 ആയ ബുന്ദേൽഖണ്ഡിനെയും 4 ആയ ബാഗേൽഖണ്ഡിനെയും അതിന്റെ ഇടയിലുള്ള കൈമൂറിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് വിന്ധ്യാചൽ. ഓക്കെ, വിന്ധ്യാചൽ എന്ന് പറയുന്നത് ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും കൈമൂറിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ്. ഓക്കെ, അത് എഴുതാം കേട്ടോ. മിസ് ഒന്നും കൂടെ പറയാ എന്റെ പേര്. കൈമൂർ. കൈമൂർ കൈമൂറിനെ ഒരുമിച്ച് പറയുന്ന പേര് വിന്ധ്യാചൽ. വിന്ധ്യാചൽ. ഓക്കെ, വിന്ധ്യാചൽ കേട്ടോ.
ഓക്കെ, ഇനി അപ്പൊ ആ 5th വൺ എന്തായിരിക്കും? എക്കോയോ? ആരുടെയും ഇതല്ലല്ലോ, എല്ലാരും മ്യൂട്ട് ചെയ്തേക്ക, കുഴപ്പമില്ലല്ലോ. എക്കോ ഉണ്ടോ നിങ്ങക്ക്? ഇല്ലല്ലോ, എക്കോ ഇല്ല. 5th വൺ എന്താ? 5th വൺ ചോട്ടാ നാഗ്പൂർ ആണോ? ഛോട്ടാ നാഗ്പൂർ കേട്ടോ. ഛോട്ടാ നാഗ്പൂർ ആണ് 5th വൺ. 5th വൺ ഛോട്ടാ നാഗ്പൂർ ആണ് കേട്ടോ. മിസ് അതൊന്നും കൂടി ഒന്ന് പറയോ? ഏതാണ്? ആ, ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും കൈമൂറിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് വിന്ധ്യാചൽ. വിന്ധ്യാചൽ. ഓക്കെ, ഇനി 5th വൺ ആണ് ഛോട്ടാ നാഗ്പൂർ അല്ലെ. ഛോട്ടാ നാഗ്പൂറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാരെങ്കിലും? ഛോട്ടാ നാഗ്പൂറിന്റെ പ്രത്യേകത എന്താ? എന്തൊക്കെയായിരിക്കും ഛോട്ടാ നാഗ്പൂറിന്റെ പ്രത്യേകതകള്? ആർക്കും അറിയില്ലേ? ധാതു നിക്ഷേപത്തിന്റെ കലവറ. എന്താ? ഇന്ത്യൻ ധാതു നിക്ഷേപത്തിന്റെ കലവറ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അല്ലെ. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? സംസ്ഥാനങ്ങൾ വരുന്നത് ജാർഖണ്ഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ബീഹാർ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു മധ്യമേടുകളുടെ ഏത് ഭാഗത്തായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? മധ്യമേടുകളുടെ ഏത് ഭാഗത്തായിട്ടാണ് നോക്കിയൊന്ന് നോക്കിയാ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. കിഴക്ക് ഭാഗം. കിഴക്ക് ഭാഗത്തായിട്ടാണ് കേട്ടോ. കിഴക്ക് ഭാഗം. കിഴക്ക് ഭാഗം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കിഴക്ക് ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഷമീന മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇനി ഈ ഒരു ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പീഠഭൂമികൾ വരുന്നുണ്ട് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ എന്താണ് ചെറിയ ചെറിയ പീഠഭൂമികൾ വരുന്നുണ്ട്. കൊഡർമ പീഠഭൂമി, ഹസാരിബാഗ് പീഠഭൂമി, നിത്യാന്ന് മ്യൂട്ട് കേട്ടോ. ഹസാരിബാഗ് പീഠഭൂമി, റാഞ്ചി പീഠഭൂമി, ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? ഈ ഒരു ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ നിത്യ മ്യൂട്ട് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ പീഠഭൂമികളാണ് കേട്ടോ. ഹസാരിബാഗ്, കൊഡർമ, റാഞ്ചി പീഠഭൂമി. ഓക്കെ, ഇനി ഈ ഒരു ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ എന്തിന്റെയൊക്കെ ഏതൊക്കെ ധാതുക്കളായിരിക്കും ഉണ്ടായിരിക്കുക? ഏറ്റവും കൂടുതൽ ധാതുക്കളുള്ള ഒരു ഏതൊക്കെയാ? ഇരുമ്പ്, മാംഗനീസ്, കോള് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ധാതുക്കളാണ് നമ്മുടെ ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ കാണപ്പെടുന്നത്. ഓക്കെ മാം, കൊഡർമ അതിന്റെ മൂന്നാമത്തെ എന്താ? മൂന്നാമത്തത് റാഞ്ചി പീഠഭൂമി കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നോട്ട് കിട്ടൂട്ടോ, ഞാൻ ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. കൊഡർമ, ഹസാരിബാഗ്, റാഞ്ചി പീഠഭൂമി കേട്ടോ. 3 കേട്ടോ. ഇനി നമുക്ക് ഒരു സത്പുര വിന്ധ്യയും കൂടി പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോട്ടലായിട്ട് നിങ്ങളോടൊന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സത്പുര ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല, വിന്ധ്യ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോ സത്പുരയുടെ സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ. ആദ്യം വിന്ധ്യ, അതിന്റെ താഴെ തെക്ക് ഭാഗത്തായിട്ട്. വിന്ധ്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്തൊഴുകുന്നേ? ഒരു നദി ഒഴുകുന്നില്ലേ? നർമ്മദയുടെ താഴെ സത്പുര. സത്പുരയുടെ അപ്പൊ ഞാനിപ്പോ സത്പുരയാണ് പറയാൻ പോകുന്നത് കേട്ടോ. നർമ്മദയുടെയും താപ്തിയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് എന്ത്? സത്പുര എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നർമ്മദയുടെ ഇപ്പൊ നിങ്ങൾ വരച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? നോക്കിയേ, ഞാൻ പറയുന്നത് ശരിയല്ലേ? നർമ്മദയുടെയും
താപ്തിയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സത്പുര. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? ആനമുടി. ദുബ് ഗാർഹ് എന്നാണ് ആ കൊടുമുടിയുടെ പേര്. സത്പുര റേഞ്ചിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദുപ്പ് ഗാർഹ്. 1350 മീറ്റർ ആണ് ഇതിന്റെ ഉയരം വരുന്നത് കേട്ടോ. അതുകൂടാതെ അസർഗട്ട് എന്ന് പറയുന്ന ഒരു ചുരം എവിടെയാണ്? അത് സത്പുരയിലാണ്. അസർഗട്ട് ചുരം സ്ഥിതി ചെയ്യുന്നത് സത്പുരയിലാണ്. പിന്നെ ഒരു സുഖവാസ കേന്ദ്രമുണ്ട് സത്പുരയില്. അതിന്റെ പേരറിയാമോ? ഒരു സുഖവാസ കേന്ദ്രം സത്പുരയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് പച്ചുമർഹി. കേട്ടോ. അപ്പൊ കൊടുമുടിയുടെ പേര് ദുപ്പ് ഗാർഹ്, എന്നാല് സുഖവാസ കേന്ദ്രത്തിന്റെ പേരെന്താണ്? പച്ചുമർഹി കേട്ടോ. അത് ഓർത്തിരിക്കാം. ഇനി താഴെ ഇനി ഞാൻ പറയുന്നത് വിന്ധ്യയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യയിലെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു പോയിന്റ് ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ എന്ന് പറയുന്നത്. വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കലുമർ കൊടുമുടി കേട്ടോ. വിന്ധ്യ റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് കലുമർ കൊടുമുടിയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞേ നിങ്ങള് സത്പുരയുടെ സ്ഥാനം എവിടെയാണ്? ഷിജിൻ ഒന്ന് പറഞ്ഞേ, സത്പുരയുടെ സ്ഥാനം എവിടെയാ? വിന്ധ്യ പർവ്വതം തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പറഞ്ഞോ. നർമ്മദയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിന്റെ തെക്ക് പശ്ചിമഘട്ടവും വടക്ക് കിഴക്ക്. സത്പുരയാണ് ഞാൻ ചോദിച്ചത്. സത്പുര മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ എഴുതിയ പോയിന്റ് ഇല്ല, അത് മാത്രം പറഞ്ഞാൽ മതി. നർമ്മദയ്ക്കും വിന്ധ്യയ്ക്കും ഇടയിൽ സ്ഥിതി താപ്തിക്കും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നേ? സത്പുര സ്ഥിതി ചെയ്യുന്നേ. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഷിജിൻ? ദുബ്ഗാർഹ് അല്ലേ. പിന്നെ ഒരു ചുരത്തിന്റെ പേരെന്താ അവിടെയുള്ള? അസർഗഡ് ചുരം. പിന്നെ എന്താണ് സുഖവാസ കേന്ദ്രത്തിന്റെ പേര്? പച്ചുമാർഹി. ഇനി വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഫസ്ന ഒന്ന് പറയാമോ? ഫസ്ന, വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. കലുമർ കൊടുമുടി. കലുമർ കൊടുമുടി. ഇനി നേരെ നിങ്ങൾ ആ മാപ്പിലോട്ട് തന്നെ ഒന്ന് നോക്കി, എന്നിട്ടൊന്ന് പറയാൻ നോക്കിയേ. നമ്മള് ഉപദ്വീപീയ പീഠഭൂമിയാണ് പറഞ്ഞത് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വിഭാഗം. പിന്നെ ഏറ്റവും ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. രൂപമാറ്റം സംഭവിച്ച് പിന്നെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് അല്ലെ. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം ഏതാണ് അറിയപ്പെടുന്നത്? ഉത്തര മഹാസമുദ്രം. ഓക്കെ, ഇനി കിഴക്ക് ഭാഗം നിങ്ങൾ ആ 6 എന്ന് 7 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നില്ലേ, അത് അതുപോലെ തന്നെ നിങ്ങളുടെ മാപ്പിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് 6ന്റെ അവിടെ എഴുതാ പശ്ചിമഘട്ടം, 7ന്റെ അവിടെ എഴുതാ പൂർവഘട്ടം കേട്ടാ. ഇനി ഇംഗ്ലീഷില് വേണം എന്നുള്ളവര് 6ന്റെ അവിടെ എന്ത് എഴുതാ? വെസ്റ്റേൺ ഘട്ട് എന്ന് എഴുതാ. 7ന്റെ അവിടെ ഈസ്റ്റേൺ ഘട്ട് എന്ന് എഴുതാ കേട്ടോ. ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അപ്പോ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം ഉത്തരമഹാസമതലം, കിഴക്ക് ഭാഗം പൂർവഘട്ടം, പടിഞ്ഞാറ് ഭാഗം പശ്ചിമഘട്ടം. ഓക്കെ, ഇനി ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാ അത്? സെൻട്രൽ ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ പ്ലാറ്റ്യൂ അല്ലെ. ഓക്കെ, ഇനി സെൻട്രൽ ഐലൻഡിൽ എന്തൊക്കെയാ വരുന്നത് നോക്കിയേ. ഏറ്റവും ഫസ്റ്റ് മണ്ണ് എന്താണ്? എന്തിന്റെ ഇടയിലായിട്ടാ? ആര്യവല്ലിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലിക്കും വിന്ധ്യക്കും ഇടയിലാണ് സെൻട്രൽ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് ആരാണ് അവിടെ കിടക്കുന്നത്? ഏത് പീഠഭൂമിയാ? മാൾവ പീഠഭൂമിയാണ് അല്ലെ. മാൾവയുടെ പ്രത്യേകത എന്താണ്? സെൻട്രൽ ഐലൻഡ് മെജോറിറ്റി ഓഫ് ദ പോർഷൻ എന്താണ്? മാൾവ പീഠഭൂമിയാണ്. ഓക്കെ,
ഇനി 3 എന്താണ്? 3 ബുന്ദേൽഖണ്ഡ്. ഇനി 4 എന്താണ്? ബാഗേൽഖണ്ഡ്. ഓക്കെ. ഇനി ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര, ആ ഒരു മലനിരയുടെ പേര് കൈമൂർ. ഓക്കെ. ഇനി ബുന്ദേൽഖണ്ഡിനെയും ബാഗേൽഖണ്ഡിനെയും കൈമൂറിനെയും കുറിച്ച് പറയുന്ന പേരെന്താ? വിന്ധ്യാചൽ. ഓക്കെ. ഇനി 5th വൺ എന്താണ്? ഓക്കെ. ഇനി ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? നദി നർമ്മദ. നോക്കിയ നിങ്ങൾ ആ മാപ്പ് ഒന്ന് നോക്കുക, നിങ്ങൾ എഴുതിയാക്കണമെന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേ, ഇത്ര എടുത്തതുമായി ബന്ധപ്പെട്ട്. മാം, സെൻട്രൽ ഐലൻഡിനെ എന്തൊക്കെ ആയിട്ടാ തിരിക്കുന്നത്? ആരവല്ലിന്റെ എന്തിന്റെ ഇടയിലേനു? സെൻട്രൽ ഐലൻഡ് ആരവല്ലിക്കും വിന്ധ്യക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ നിങ്ങൾ ആ ഒരു ഭാഗം നോക്കിയാ കണ്ടോ? അതിന്റെ പടിഞ്ഞാറ് പോർഷൻ, അതായത് വെസ്റ്റേൺ ഭാഗം വരുന്നത് ആ ഒരു 1ന്റെ ഇവിടെയാണ്. ഓക്കെ. ഇനി നടുവിലായിട്ടാണ്, മിഡിൽ പാർട്ടിലാണ് വിന്ധ്യ വരുന്നത്. ഈ 2 പോർഷനും ഇടയിലാണ് എന്ത്? ഈ ഒരു മധ്യമേട് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ. നമ്മള് ഉപദ്വീപീയ പീഠഭൂമിയെ 2ആയിട്ട് തിരിച്ചു. ഒന്ന് സെൻട്രൽ ഐലൻഡ് എന്നും 2 ഡെക്കാൻ പ്ലാറ്റ്യൂ എന്നും തിരിച്ചു. അതിനകത്ത് സെൻട്രൽ ഹൈലൻഡിൽ വരുന്ന പീഠഭൂമികളാണെന്ത്? ഒന്ന് ആരവല്ലി വരുന്നുണ്ട്, ആരവല്ലി റേഞ്ച് വരുന്നുണ്ട്, ആൾവ പീഠഭൂമി വരുന്നുണ്ട്, ബുന്ദേൽഖണ്ഡ് വരുന്നുണ്ട്, ബാഗേൽഖണ്ഡ് ഉണ്ട്, പിന്നെ എന്താണ്? ഛോട്ടാ നാഗ്പൂർ ഉണ്ട്. ഇതൊക്കെ എന്താണ്? മധ്യമേടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഡെക്കാൻ പ്ലാറ്റ്യൂമായിട്ട് യാതൊരു ബന്ധവും ഇല്ലട്ടോ അതിന്. ഓക്കെ, അത് ഓർത്തിരിക്കട്ടോ. മധ്യമേടിലാണ് ഈ 1 തുടങ്ങി 5 വരെയുള്ള സംഭവങ്ങൾ ഉള്ളത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒന്ന് പശ്ചിമഘട്ടവും മറ്റൊന്ന് പൂർവ്വഘട്ടവും കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അത് മതിയില്ലേ? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ മിസ്സേ, ഛോട്ടാ നാഗ്പൂരിൽ കാണപ്പെടുന്ന ധാതുക്കൾ പറഞ്ഞില്ലേ? ഇരുമ്പുണ്ട്, മാംഗനീസ് ഉണ്ട്, പിന്നെ കോൾ ഉണ്ട് കേട്ടോ, കൽക്കരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാംഗനീസ്, 3 ഉള്ളൂ അല്ലേ? ഈ 3 കേട്ടോ. ഈ 3 പ്രധാനപ്പെട്ടത്. മിസ്, സത്പുര മലനിരകളിൽ പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഉയരം കൂടിയ കൊടുമുടി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അസർഗഡ് ചുരം പറഞ്ഞു, പിന്നെ സുഖവാസ കേന്ദ്രം പറഞ്ഞു, പശ്ചിമർജ്, അത്ര പറഞ്ഞോളൂ കേട്ടോ. സംസ്ഥാനങ്ങൾ പറയൂ. അത് ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ നദികൾ എടുക്കും. അപ്പൊ താപ്തിയൊക്കെ പഠിപ്പിക്കാം കേട്ടോ. അത് മതിയില്ലേ? അതല്ലേ നല്ലത്? അല്ല മിസ്, മറ്റേ നർമ്മദ പറഞ്ഞപ്പോ വിന്ധ്യന്നാണെന്ന് ഇങ്ങനെ പറഞ്ഞു, ചോദിച്ചു. വിന്ധ്യ പ്രോപ്പറായിട്ട് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. വിന്ധ്യയുടെ താഴെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നദികള് പഠിക്കുമ്പോൾ ഉത്ഭവസ്ഥാനം, അതുപോലെ തന്നെ പതനസ്ഥാനം ഒക്കെ നിങ്ങൾ പഠിക്കും. അപ്പൊ പഠിപ്പിക്കാം കേട്ടോ. അതാണ് നല്ലത് കുറച്ചുകൂടി. ഓക്കെ. ഞാൻ ഉത്തരപർവ്വത മേഖല എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നദികൾ എടുക്കാം. ഉത്തരപർവ്വത മേഖല എടുത്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഉപദ്വീപീയ നദികളിലേക്കാണ് പോകുന്നത് സാധാരണ. പക്ഷെ നിങ്ങൾക്ക് ഉത്തരപർവ്വത മേഖല എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടേ ഇനി അത് എടുക്കുള്ളൂ, നദികൾ എടുക്കുള്ളൂ, ഉപദ്വീപീയ നദികൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു മിസ്. നോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ. താങ്ക് യു. ഓക്കെ മിസ്, താങ്ക് യു.
ആ 3 വന്നു